അപ്പോൾ ഇന്ന് പെരുന്നാളായിട്ട് ഞങ്ങളിങ്ങനെ രണ്ടാളും കൂടി ഒരു അന്തകുന്തില്ലാത്ത കൊല്ലം ഇങ്ങനെ ഇരിക്കട്ടോ. കാരണം സാധാരണ 10-12 മണി ആയി കഴിഞ്ഞാലൊക്കെ എവിടെ നിന്നൊക്കെ ഒരു ഭക്ഷണമൊക്കെ കിട്ടലുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആസിയാത്ത വന്നിട്ടോ. ആസിയാത്ത വന്നതിൻ്റെ ശേഷം നേരെ ലച്ചുൻ്റെ അമ്മ പായസം കൊണ്ടുവന്നു, സലാമൊക്കെ ബിരിയാണി കൊണ്ടുത്തന്നു, മൂത്താത്ത ബിരിയാണി കൊണ്ടുത്തന്നു. അങ്ങനെ എല്ലാവരും ബിരിയാണിയൊക്കെ കൊണ്ടുത്തന്ന് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇതിലാണ് നമ്മൾ സലാമാക്കാൻ്റെ മക്കൾ വന്നിരുന്നു. ഓരേണ്ട പോവാളത്തിലൊക്കെ തയ്യാറെടുപ്പിലൊക്കെ നിൽക്കുകയാണ്. അപ്പം ഇന്ന് പെരുന്നാളായിട്ട് ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇത് സലാമാക്ക കൊണ്ടുവന്ന ബിരിയാണി, പിന്നുള്ളത് ഇത് ഉമ്മത്താത്ത കൊണ്ടു തന്ന ബിരിയാണി, ഇത് ആസിയാത്ത കൊണ്ടു തന്ന ചിക്കൻ ചില്ലിയും നെയ്ച്ചോറും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പെരുന്നാൾ ഉഷാറായിട്ടാണ്. അപ്പോൾ ആദ്യമോൻ്റെ അമ്മൻ്റെ വീട്ടിലേക്ക് പോയതാണ്, പ്രതീക്ഷിക്കാതെ പോയതാണ്. ഞങ്ങൾ എല്ലാവരെയും ആഘോഷങ്ങളും അതിർത്തികളൊക്കെ പ്രത്യേകിച്ച് നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ പോകട്ടെ. ഭക്ഷണം എന്തായാലും നമ്മൾ ഇവിടെ ഉണ്ടാക്കിയാലും അങ്ങോട്ടും കൊണ്ടു കൊടുക്കുക, അവിടെ ഉണ്ടാക്കിയാലും ഇങ്ങോട്ടും കൊണ്ടുതരാം. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടുള്ളത് കേട്ടോ. ഹായ്, അപ്പോൾ ഞങ്ങളെ പെരുന്നാൾ ഭക്ഷണം കഴിക്കട്ടെ. ഞങ്ങൾ ഇതേമാതിരി കഴിഞ്ഞ പെരുന്നാൾക്ക് ഇതേമാതിരി ഭക്ഷണം കഴിച്ച് ഞങ്ങളൊരു വഴിക്ക് ഇറങ്ങിയതിന് ഉത്സവമൊക്കെ കണ്ട് കടവന്നത്തെ കണ്ടില്ലാത്ത ഉത്സവമല്ലേ. അപ്പോൾ ഉത്സവമൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് അന്ന് അച്ഛൻ്റെ വണ്ടി മറിഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായത്. അപ്പോൾ ഈ പെരുന്നാളിപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അച്ഛനോട് കൊലായിരുന്നു കഴിക്കുന്നുണ്ട്, ആദ്യമില്ല കേട്ടോ, നമ്മളെ കഴിക്കുന്നത് ആദ്യമില്ല, ആദ്യം അങ്ങോട്ട് പോയിട്ടുണ്ട് അന്നാർക്ക്. ഞങ്ങൾക്കൊന്ന് നെയ്ച്ചോറ്, ആദ്യത്തെ നെയ്ച്ചോറ് ഉണ്ടെന്നു, പിന്നെ മൂത്താത്ത ബിരിയാണി, സലാമാക്ക ബിരിയാണി, ലച്ചുൻ്റെ അമ്മ പായസം, 4 നിന്ന് ഭക്ഷണം കിട്ടി. അപ്പോൾ ഞങ്ങളിന്ന് ഉഷാറായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചെന്ന് വിചാരിക്കുന്നു. ബൈ.